പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 64-ാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതൊരു നക്ഷത്ര ഗണത്തെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ 24 നക്ഷത്ര ഗണങ്ങളെ പറ്റി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇത് 25-ാമത്തെ നക്ഷത്ര ഗണമാണ്. ഈ 25-ാമത്തെ നക്ഷത്ര ഗണം, അതിൻ്റെ പേര് കൊമ ബെർണൈസസ് എന്നാണ്. കൊമ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ തലമുടി എന്നാണ് അർത്ഥം. ബെർണൈസസ് എന്നാൽ ഈജിപ്തിലെ ഒരു രാജ്ഞിയുടെ പേരാണ്. ആ രാജ്ഞിയുടെ തലമുടിയായി സങ്കല്പിച്ച ഒരു നക്ഷത്രഗണം നമ്മുടെ ഉത്തര ഖഗോളത്തിലുണ്ട്. ഉത്തര ഖഗോളത്തിൽ നമ്മുടെ കന്നി രാശിയുടെയും ചിങ്ങൻ രാശിയുടെയും അതേപോലെ നമ്മൾ സപ്തർഷികൾ എന്ന് വിളിക്കുന്ന ബിഗ് ഡിപ്പർ, ഈ 2 നക്ഷത്രങ്ങളുടെ മധ്യത്തിലാണ് ഈ ചെറിയ നക്ഷത്രഗണം കിടക്കുന്നത്. ഇതാണ് 386 ചതുരശ്ര ഡിഗ്രി മാത്രമേ വലിപ്പമുള്ളൂ. ചെറുതാണ്. പക്ഷേ ആ നക്ഷത്രഗണത്തിന്റെ ഒരു പ്രത്യേകത, ചെറിയ സ്ഥലം മാത്രമേ അത് കൈയടക്കിയിട്ടുള്ളൂ എങ്കിലും ധാരാളം ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളുണ്ട്. വിദൂര വസ്തുക്കൾ ഉള്ള ഒരു സുപ്രധാനമായ നക്ഷത്രഗണമാണ്. നക്ഷത്രങ്ങൾ വളരെ കുറവാണ്. വെറും പ്രധാനപ്പെട്ട 3 നക്ഷത്രങ്ങളാണുള്ളത്. ആൽഫ കൊമ ബെർണൈസസ്, ബീറ്റ കൊമ ബെർണൈസസ്, അതേപോലെ ഗാമ ബെർണൈസസ്. പക്ഷേ ഈ 3 നക്ഷത്രങ്ങളും ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം തന്നെ വളരെ അപ്രധാനമായവയും ഏറെക്കുറെ കാണാൻ കഴിയാത്തവയുമാണ്. പക്ഷേ ഇതിനുള്ള പ്രത്യേകത, വളരെ പ്രസിദ്ധമായ ഒരു ഗാലക്സി കൂട്ടമുണ്ടെന്ന്. നമ്മുടെ ഗാലക്സി അടക്കം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സൂപ്പർ ക്ലസ്റ്റർ, വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന ഗാലക്സി കൂട്ടം ഈ ഗണത്തിന്റെ ഭാഗത്താണുള്ളത്. അതേപോലെ തന്നെ ധാരാളം സൂപ്പർനോവകളുണ്ട്. പല ഗാലക്സികൾക്കും മധ്യത്തിൽ പല സൂപ്പർനോവകളുമുണ്ട്. 6ഓളം സൂപ്പർനോവകൾ, പിൽക്കാലത്ത് പൊട്ടിത്തെറിച്ച പല സൂപ്പർനോവകൾ. അതേപോലെ ഏതാണ്ട് 200ഓളം ചരനക്ഷത്രങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ കൂടാതെ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി. അതെന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും വാനനിരീക്ഷകനുമായിരുന്നു ചാൾസ് മെസ്സിയെ. ചാൾസ് മെസ്സിയെ ആദ്യകാലങ്ങളിൽ നെബുലകളെ കണ്ടതിന് ശേഷം അവയെപ്പറ്റി പൂർണ്ണമായ ഗവേഷണത്തിന് തുനിഞ്ഞിറങ്ങിയ ആളാണ്. അങ്ങനെ ചാൾസ് മെസ്സിയെ നെബുലകളെ പറ്റിയും കോമറ്റുകളെ പറ്റിയും അന്വേഷിച്ച കൂട്ടത്തിൽ അദ്ദേഹം 110 അത്തരം വസ്തുക്കളെ കണ്ടുപിടിക്കുകയുണ്ടായി. അവയൊക്കെ അന്ന് കാലത്ത് കൊടുത്തിരുന്ന പേര് മെസ്സിയെ 1 മുതൽ മെസ്സിയെ 110 വരെ. ഈ 110 വസ്തുക്കളിൽ 8 എണ്ണം ഈ പറയുന്ന നക്ഷത്രഗണത്തിൽ വളർത്തുന്നുണ്ട്. അങ്ങനെ വളരെ സമ്പന്നമായ വിദൂര വസ്തുക്കൾ ഉള്ള ഒരു നക്ഷത്രഗണമാണ് കൊമ ബെർണൈസസ്. അതേപ്പറ്റിയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കൊമ ബെർണൈസസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിക്കാണും. മലയാളത്തിൽ അതിന് സീതാദേവിയുടെ ചുക്കുരഭാരം അല്ലെങ്കിൽ കേശഭാരം എന്നാണ് പറയുന്നത്, സീതാവേണി. അതുകൊണ്ട് ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഈ കൊമ ബെർണൈസസിലേക്ക് കാണാനായി സാദരം ക്ഷണിക്കുന്നു. മാനത്തേക്കൊരു കിളിവാതിൽ
ഭാഗം 64. ഈ 64-ാമത്തെ ഭാഗത്തിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 25-ാമത്തെ നക്ഷത്രഗണമാണ്. അതിന്റെ പേര് കൊമാ ബെർണൈസസ്, മലയാളത്തിൽ സീതാവേണി. അർത്ഥം സീതാദേവിയുടെ കേശഭാരം. ഇവിടെ ചിത്രത്തിൽ കാണാം, മുകളിൽ തലമുടി മുറിച്ചിട്ടതിന്റെ ചിത്രം കാണാം. ഇത് സീതാദേവിയുടേതാണെന്ന് ഇന്ത്യക്കാർ പറയുന്നു. പക്ഷേ ഈ തലമുടി ഒരു ഈജിപ്ഷ്യൻ രാജ്ഞി ബെർണൈസസ് എന്നവരുടെ തലമുടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 64-ാം ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തര ഖഗോളത്തിലെ കൊമാ ബെർണൈസസ് എന്ന നക്ഷത്രഗണത്തെ പറ്റിയാണ്. ഉത്തര ഖഗോളത്തിലെ വളരെ പുരാതനമായൊരു നക്ഷത്രഗണമാണ് കൊമാ ബെർണൈസസ്. മലയാളത്തിൽ സീതാവേണി അല്ലെങ്കിൽ സീതയുടെ കേശഭാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷീരപഥത്തിനെ 4 ഭാഗിച്ചാൽ 4-ാമത്തെ ഭാഗത്താണ് ഈ ഗണം കാണപ്പെടുന്നത്. ലാറ്റിൻ ഭാഷയിൽ കൊമാ ബെർണൈസസ് എന്നാൽ ഈജിപ്ഷ്യൻ രാജ്ഞി ബെർണൈസസ് 2ന്റെ തലമുടി എന്നാണ് അർത്ഥം. രാജ്ഞി തന്റെ ചിഗുരഭാരം അല്ലെങ്കിൽ കേശഭാരം ഏതോ ദേവപ്രീതിക്ക് വേണ്ടി നിവേദിക്കുകയായിരുന്നു അത്രേ. മുറിച്ചിട്ട ഈ കേശഭാരം ആയിട്ട് അത് കാണപ്പെടുന്നു ആകാശത്ത് എന്നാണ് സങ്കല്പം. നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ ഇത്തരം ആചാരങ്ങൾ. മുടി മുറിച്ച് നിവേദ്യമായി കിടക്കുന്ന അമ്പലങ്ങൾ തിരുപ്പതി പോലെ അല്ലെങ്കിൽ രാമേശ്വരം മാതിരിയുള്ള സ്ഥലങ്ങളിലുണ്ട്. ആകാശത്ത് ഏകദേശം 386 ചതുരശ്ര ഡിഗ്രി സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ഗണം ഡെക്ലിനേഷൻ കോൺ 13.3 ഡിഗ്രി മുതൽ 33.07 ഡിഗ്രി വരെയും റൈറ്റ് അസെൻഷൻ 11 മണിക്കൂർ 58 മിനിറ്റ് മുതൽ 13 മണിക്കൂർ 36 മിനിറ്റ് വരെയും ആണുള്ളത്. ഹെലനിക് ഗ്രീക്ക് ജ്യോതിശാസ്ത്രകാലം മുതൽ ഇതൊരു ആസ്റ്ററിസം. എന്താണ് ഈ ആസ്റ്ററിസം എന്നാൽ? ആസ്റ്ററിസം എന്നാൽ പഴയ കാലത്ത് നക്ഷത്രഗണങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നില്ല മൊത്തം നക്ഷത്രക്കൂട്ടങ്ങളെ. അതൊക്കെ ഈ അടുത്ത കാലത്താണ് അതിനെ തരംതിരിച്ച് മൊത്തം ഖഗോളത്തിൽ 88 നക്ഷത്രഗണങ്ങളാക്കി തരംതിരിച്ച് വെച്ചത്. അവയുടെ അതിരുകൾ പോലും വേലി വെട്ടിത്തിരിച്ച് കാണിച്ചിട്ടുണ്ട് ചാർട്ടുകളിൽ. പക്ഷെ പണ്ടത്തെ കാലത്ത് ചെറിയ ചെറിയ നക്ഷത്രക്കൂട്ടങ്ങളെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷ രൂപമുണ്ടാകും. ചുവപ്പും നീലയും കലർന്ന നക്ഷത്രങ്ങൾ. അത്തരം നക്ഷത്രക്കൂട്ടങ്ങൾ വലിയ ഗണങ്ങൾക്കുള്ളിലെ ചെറിയ നക്ഷത്ര രൂപങ്ങളായി കാണാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഉത്തര ധ്രുവത്തിനടുത്ത് വലിയൊരു നക്ഷത്രഗണമുണ്ട്, കേട്ടിട്ടുണ്ടാകാം. അതിന്റെ പേര് ഇംഗ്ലീഷിൽ ബിഗ് ഡിപ്പർ എന്ന് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാര് പറയുന്നത് ബിഗ് ബീർ എന്നുമാണ്. മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ വൻകരടി എന്ന് പറയപ്പെടും. ആ വൻകരടി എന്ന ഗണത്തിന് ഉള്ളില് ഇന്ത്യക്കാരുടെ ഒരു ആസ്റ്ററിസമുണ്ട്. ഇന്ത്യക്കാരുടെ ആ ആസ്റ്ററിസത്തിന് സപ്തർഷികൾ എന്നാണ് പേര്. സപ്തർഷികളിൽ 7 നക്ഷത്രങ്ങളുള്ളത്. അതേസമയം വൻകരടിയിൽ കുറേയേറെ നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഇവയെ ആസ്റ്ററിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ നക്ഷത്രഗണം, അതായത് ബെർണൈസസ് പോലും ഇതേപോലെ ആദ്യകാലങ്ങളിൽ ഒരു ആസ്റ്ററിസമായാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാവ് ടോളമി എയർഗേറ്റിന്റെ ചിത്രം കാണാം. ഇടതുവശത്ത് ടോളമി എയർഗേറ്റ് 3-ാമൻ.
അദ്ദേഹത്തിന്റെ കാലത്ത് രാജസദസ്സിലെ ആസ്ഥാന ജ്യോത്സ്യനായിരുന്ന കാനൺ ഓഫ് സാമോസ് ആണ് ഈ ഗണത്തെ ആദ്യമായിട്ട് ഒരു നക്ഷത്ര ഗണമായി പരിഗണിച്ചത്. മൂന്നാം സിറിയൻ യുദ്ധത്തിൽ ടോളമി രാജാവ് തിരിച്ചു വന്നാൽ ബർണൈസസ് തന്റെ കേശഭാരം ദൈവങ്ങൾക്ക് നിവേദ്യമായി മുറിച്ചു നൽകുമെന്നായിരുന്നു പ്രാർത്ഥന. BC 745 രാജാവ് വിജയിയായി തിരിച്ചു വന്നതോടെ രാജ്ഞി തന്റെ പ്രതിജ്ഞ നിറവേറ്റുകയായിരുന്നു. അത് ആകാശത്തൊരു നക്ഷത്ര ഗണമായി തീരുകയും ചെയ്തു എന്നാണ് സങ്കല്പം. ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിലെ എറാത്തോസ്തനിസ് എന്ന പ്രസിദ്ധനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നുവല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ എന്നതിലുപരിയായി ഒരു നല്ല ശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പരീക്ഷണം ഇന്നും ശാസ്ത്രത്തിലെ 10 പരീക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഒന്നായി പരിഗണിക്കപ്പെടുന്നു. ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ഒരു പരീക്ഷണം. വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചു. ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. അദ്ദേഹം ആ കാലത്ത് ഈ ഗണത്തെ, നമ്മുടെ ഈ കൊമാ ബർണൈസസിനെ ചിഹ്നം രാശിയുടെ ഒരു ഭാഗമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാവാം ടോളമി തന്റെ 48 ഗണങ്ങൾ അടങ്ങിയ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത്. കൊമാ ബർണൈസസ് 16-ാം നൂറ്റാണ്ടായതോടെ പ്രസിദ്ധമായി തീർന്നു. ജോന ഷോർണർ വരച്ച ചില നക്ഷത്ര മാപ്പുകളിലും 1515 ഖഗോള രൂപങ്ങളിലും കാസ്പർ വോപ്പൽ കോമാ ബർണൈസസിനെ ആസ്റ്ററിസം എന്ന പദവിയിൽ നിന്നും ഉയർത്തിയ ഒരു നക്ഷത്ര ഗണമാക്കുകയുണ്ടായത്. പിന്നീട് ഇടതുവശത്ത് കാണുന്ന പീറ്റർ അപ്പിയാനസും അതിന് താഴെ കാണുന്ന ഗെറാർഡ് മർക്കാറ്ററും 1602 വലതുവശം താഴെ കാണുന്ന ടൈക്കോ ബ്രാഹയും ഈ ഗണത്തിൽ 14 നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്തു. വലതുവശത്ത് മുകളിൽ കാണുന്ന ജോൺ ഫ്ലംസ്റ്റീഡ് നക്ഷത്രങ്ങളുടെ എണ്ണം 43 ഉയർത്തി. 1603 ജോഹാൻ ബെയർ തന്റെ യുറാനോമെട്രി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പേ ഈ ഗണത്തെ പൂർണ്ണ നക്ഷത്രഗണമാക്കി അവതരിപ്പിച്ചു. ദക്ഷിണ ഖഗോള നക്ഷത്രഗണങ്ങളെ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം ചാർട്ടുകളിൽ ചേർത്തു. അതുവരെ ഇപ്പറയുന്ന പഴയകാല ഗണങ്ങളെ ആയിരുന്നു വാനനിരീക്ഷകൾ ചാർട്ടുകളിൽ ചേർക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ ബെർണൈസസ് പെർവിഗ്, ബെർണൈസസ് ഹെയറെ, ബെർണൈസസ് ബുഷ് തുടങ്ങിയ പല പേരുകളിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അവസാനം 1702 കൊമാ ബർണൈസസ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ബൂട്ടസ് ഇവിടെ കാണാം. ഇതാണ് ബൂട്ടസ്. ഇവിടെ ബൂട്ടസിനെ കാണാം. ഇത് ബൂട്ടസ്. പിന്നെ ഉള്ളത് കാനസ് വെനാറ്റിസി, പിന്നെ ഉള്ളത് ഉർസ മേജർ, പിന്നത്തേത് ലിയോ, പിന്നത്തേത് വിർഗോ. ഇങ്ങനെ 2, 3, 5 നക്ഷത്ര ഗണങ്ങളിലാണ് നമ്മുടെ ഈ ഗണം കണക്കുന്നത്. കൊമാ ബർണൈസസ് 1930-കളിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ ആവശ്യപ്പെട്ട പ്രകാരം യൂജിൻ ബെല്ലാപോർട്ടെ എന്ന ബെൽജിയം ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ അതിരുകൾ നിർണയിച്ചത്. ഇതിന്റെ മാത്രമല്ല, ബാക്കി 88 ഗണങ്ങളുടെയും അതിരുകൾ നിർണയിച്ച് വേലി കെട്ടി തിരിച്ച ആളാണ് യൂജിൻ ബെല്ലാപോർട്ട്. കൊമാ ബർണൈസസ് അത്രയും വലിപ്പമുള്ള ഒരു ഗണമല്ലെങ്കിലും അതിലൊരു സവിശേഷമായ സംഗതിയുണ്ട്. ഒന്ന്, നമ്മുടെ ഗാലക്സിക്ക് അടക്കമുള്ള എല്ലാതരം ചെറിയ ഗാലക്സികളും ചേർന്നിരിക്കുന്ന അതിഭീമൻ ഗാലക്സിയാണ് വിർഗോ ക്ലസ്റ്റർ, ഗാലക്സി കൂട്ടം. അത് ഈ ഗണത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്.
നക്ഷത്രവൃന്ദങ്ങളുണ്ട് ധാരാളം. കൂടാതെ ചാൾസ് മെസ്സിയെ കണ്ടുപിടിച്ച 110 മെസ്സിയ വസ്തുക്കളിൽ 8 ഉണ്ട്. അങ്ങനെ സമൃദ്ധമായി വിദൂര വസ്തുക്കൾ അടങ്ങിയ ഒരു ഗണമാണിതെന്ന് വേണം പറയാം. ഇത് ഗാലക്സി തളികയല്ലാത്തതിനാൽ പൊടിവിരലം കൊണ്ട് ഇത് മൂടപ്പെടുന്നില്ല. നല്ലൊരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ ഇതിനെ നിരീക്ഷിക്കാൻ കഴിയും. 66 നക്ഷത്രങ്ങൾ കാന്തിമാനം 6.5 കൂടുതൽ പ്രത്യക്ഷ പ്രകാശമുള്ളവ ഈ ഗണത്തിലുണ്ടെങ്കിലും പൊതുവെ വളരെ കുറഞ്ഞ പ്രകാശമുള്ള നക്ഷത്രങ്ങളാണ് അധികം. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഗണത്തിൽ ഇത് ആൽഫ. ഈ ഗണത്തിലെ ആൽഫ നക്ഷത്രമാണിത്. രണ്ടാമത് ബീറ്റ, മൂന്നാമത്തേത് ഗാമ. ഈ 3 നക്ഷത്രങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ വളരെ ചെറുതാണ്. അവയെ ടെലിസ്കോപ്പ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ഈ 3 നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ബീറ്റ കൊമ അല്ലെങ്കിൽ അൽ ഡാഫിറ എന്ന നക്ഷത്രമാണ് ഏറ്റവും പ്രകാശമുള്ളത്. അപ്പൊ ഇവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉയരാം. സാധാരണ നക്ഷത്രഗണങ്ങളിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രത്തിന് അൽഫ എന്നൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നാൽ, പഴയകാല നക്ഷത്ര നിരീക്ഷകർ ഈ പ്രത്യക്ഷ കാന്തിമാനം കാണുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ടാണല്ലോ. എല്ലാവരും ഒരേ മാതിരിയായിരിക്കുമോ കണ്ടെത്തുക? അല്ല. ഒന്ന്. രണ്ടാമത്, എല്ലാവരും നിരീക്ഷിക്കുന്ന സമയം, ആകാശത്തിന്റെ സ്വകാര്യത ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ട് പലപ്പോഴും പഴയകാല പല നക്ഷത്രങ്ങളിലും സംഭവിക്കുന്ന ഒരു പിശക്, അൽഫയ്ക്ക് പകരം ബീറ്റ ഏറ്റവും പ്രകാശമുള്ളതാവും. ചിലപ്പോൾ അത് ഗാമയും ആയെന്ന് വരാം. ഇവിടെ അതാണ് സംഭവിച്ചത്. നമ്മുടെ കൊമാബർമൈസിൽ ഇപ്പോൾ അത് ഏറ്റവും പ്രകാശമുള്ള അംഗീകൃതമായ നക്ഷത്രം, ഏറ്റവും പ്രകാശമുള്ളത് ബീറ്റയാണ്, അൽഫ അല്ല. കാന്തിമാനം അതിന്റെ 4.2 മാത്രമല്ല, അത് ഉയർന്ന ഉചിതകലനമുണ്ട്, പ്രോപ്പർ മോഷൻ. അതൊരു ടൈപ്പ് മഞ്ഞ നിറത്തിലുള്ള മുഖ്യശ്രേണി നക്ഷത്രമാണ്. രണ്ടാമത്തെ പ്രധാന നക്ഷത്രം ആൽഫ കൊമ ബർണൈസസ് ആണ്. അപ്പൊ രണ്ടാമത്തെയാണ് ആൽഫ കൊമ. അതിന് കാന്തിമാനം 4.3. ഇതിന് ഡയാഡം എന്നാണ് പേർ. FY വർഗത്തിൽപ്പെട്ട ഇത് ഒരു ഇരട്ട നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നും 58 പ്രകാശം വർഷം അകലെയാണ് ഈ നക്ഷത്രം കിടക്കുന്നത്. മൂന്നാമത്തേതാകട്ടെ ഗാമ കൊമ എന്ന നക്ഷത്രം ഒരു ഓറഞ്ച് ഭീമനും കാന്തിമാനം 4.4 വർഷവും അതിന്റെ വർഗം K13A 169 പ്രകാശ വർഷം അകലെയാണ് ഭൂമിയിൽ നിന്നും. മാത്രമല്ല അത് സൂര്യനേക്കാൾ 1.79 സൗരവരുപ്പത്തിലാണ്. ഈ 3 നക്ഷത്രങ്ങൾ അൽഫ, ബീറ്റ, ഗാമ, ഇത് 3 ചേർന്നാൽ നമുക്ക് ഗാമയുടെയും അൽഫയും 2 നക്ഷത്രങ്ങളെയും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ത്രികോണം കിട്ടും. ആ ത്രികോണത്തിന് 2 വശങ്ങൾ സമമാണ്. അതുകൊണ്ട് ആ ത്രികോണത്തിന് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ദ്വിസമഭുജ ത്രികോണം എന്ന് പറയും. ആകാശത്ത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇത്. ഈ M100 എന്ന ഗാലക്സിയുടെ ചിത്രമാണ്. ഇത് നമ്മുടെ ഈ ഗണത്തിലുള്ളതാണ്. ഏതാണ്ട് 200ഓളം ചരനക്ഷത്രങ്ങൾ ഈ ഗണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലതും വളരെ മങ്ങിയവയാണ്. ഇതില് ആൽഫ നക്ഷത്രം തന്നെ ഒരു അത്ഭുതചരമാണ്. FK കോമ എന്ന ചരനക്ഷത്രത്തിന്റെ കാന്തിമാനം 8.14 നിന്നും 8.33 ആയി 2.4 ദിവസത്തിനുള്ളിൽ മാറുന്നു. ഈ നക്ഷത്രത്തിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്വഭാവമുണ്ട്. അതായത് അടച്ചു തുറക്കൽ.
അത് അടക്കുക തുറക്കുക ഈ സ്വഭാവമുണ്ട്. 2019 ആര്യഭട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസസ് എന്ന ഇന്ത്യൻ സ്ഥാപനം, ഈ സ്ഥാപനം ഉത്തർപ്രദേശിലാണ് ഉള്ളത്. ഇവിടെ കാണാം കുന്നിന്റെ മുകളിൽ ഒരു ഒബ്സർവേറ്ററി, ഒരു നിരീക്ഷണ കേന്ദ്രം. ഈ കുന്ന് നൈനിറ്റാലിലാണ്, ഉത്തർപ്രദേശിലെ. നല്ലൊരു സുഖവാസ കേന്ദ്രമായ നൈനിറ്റാളിൽ അക്കാലത്തെ ഉത്തർപ്രദേശത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വളരെ താല്പര്യമെടുത്ത് സ്ഥാപിച്ച ഒരു ഒബ്സർവേറ്ററിയാണിത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഒരു മുഖ്യമന്ത്രി എത്രയും താല്പര്യമെടുത്തിട്ട് ഒരു ശാസ്ത്ര സ്ഥാപനം സ്ഥാപിച്ചതായി കേട്ടിട്ടേയില്ല. അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പല ശാസ്ത്ര സ്ഥാപനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്ഥാപനം MGC 41-47 മുകളിൽ കാണാം ചിത്രം. അതൊരു ഗോളാകാര വൃന്ദമാണ്. ആ ഗോളാകാര വൃന്ദത്തിൽ 28 ചാരനക്ഷത്രങ്ങളെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നേട്ടം തന്നെയാണ്. കാരണം ഇന്ത്യ പോലുള്ള സാങ്കേതികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഒബ്സർവേറ്ററി, ഒരു നിരീക്ഷണ കേന്ദ്രം വലിയൊരു നേട്ടം തന്നെയാണ് ഈ ചെയ്തത്. MGC 47-25 എന്നത് കൊമ ബെർണൈസസിൽ ഗണത്തിലെ ഒരു പ്രധാന ഗാലക്സിയാണ്. ആ ഗാലക്സിയുടെ ചിത്രമാണ്. ഇതിൽ SN 1940b, SN എന്ന് പറഞ്ഞാൽ സൂപ്പർനോവ, SN 1987e, SN 1999, ഇങ്ങനെ 5 സൂപ്പർനോവകളെ കണ്ടെത്തിയിരിക്കുന്നു ഒരേ ഒരു ഗാലക്സിക്കുള്ളേ. അതേപോലെ M100 എന്ന ഗാലക്സിയിൽ നേരത്തെ കാണിച്ചത് 1979C, 2006X, 1940Y എന്നീ സൂപ്പർനോവകളെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു കലാകാരന്റെ ഭാവനയിലുള്ള ചിത്രമാണ്. അതിന്റെ കാണുന്ന ചിത്രം ഒരു ന്യൂട്രോൺ നക്ഷത്ര നിരയാണ്. അതിന്റെ മധ്യത്തിൽ ഒരു പൾസാർ ഉണ്ട്. പൾസാർ എന്നാൽ പൾസേറ്റിംഗ് സ്റ്റാർ. പൾസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പന്ദനങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന നക്ഷത്രം. ഏത് തരത്തിലുള്ള സ്പന്ദനം അത് പറയാം. ഈ ഗണത്തിൽ കണ്ടുപിടിക്കപ്പെട്ട മറ്റൊരു പ്രധാന വസ്തുവാണ് ഈ ഇടതുവശത്ത് കാണിച്ച ന്യൂട്രോൺ നക്ഷത്രവും അതിന്റെ പിന്നിൽ മധ്യത്തിലെ പൾസാർ. എന്താണ് ഒരു ന്യൂട്രോൺ നക്ഷത്രം? വലതുവശത്തെ ചിത്രം കാണുക. ഒരു അതിഭീമൻ നക്ഷത്രത്തിന്റെ കേന്ദ്രഭാഗം. എല്ലാ നക്ഷത്രത്തിനും കേന്ദ്രഭാഗം ഉണ്ടാവില്ല, കോറ്. ഗുരുത്വ സമ്മർദ്ദത്താൽ തകർന്നടിഞ്ഞ് ഫലത്തെ അതിൽ നിന്നുണ്ടാവുന്ന ഫലമാണ് സൂപ്പർനോവ എന്ന് പറയുന്നത്. സൂപ്പർനോവയുടെ അനന്തരഫലത്താൽ ഉണ്ടാകുന്ന വസ്തു ഒന്നുകിൽ അതൊരു ന്യൂട്രോണുകളുടെ അത്യന്തം സാന്ദ്രതയുള്ള ന്യൂട്രോൺ നക്ഷത്രമാകും. എന്താ സാന്ദ്രത കണക്കൊന്ന് നോക്കാം. ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിലുള്ള ദ്രവ്യം ഒരു സാധാരണ ടീസ്പൂണിൽ എടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ടീസ്പൂൺ ദ്രവ്യം 10,000 കോടി ടൺ ഭാരമുണ്ടാവും. അത്രക്കും സാന്ദ്രമാണ്. അതല്ലെങ്കിൽ ഫലം ഒരു തമോഗർത്തമായി മാറും. ഒന്നുകിൽ ആ സൂപ്പർനോവ ഒരു ന്യൂട്രോൺ നക്ഷത്രമാവും, അതല്ലെങ്കിൽ തമോഗർത്തമായി മാറും. പലപ്പോഴും ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ശക്തമായ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഒരു പൾസാർ ഉണ്ടാകും. പൾസേറ്റിംഗ് റേഡിയോ സോഴ്സ്. ഇവിടെ വലതുവശത്തെ കാണുന്നത് ഇതാണ് നമ്മുടെ, അതായത് ഈ കാണുന്നത്, നമ്മുടെ എൻ്റെ കർസർ നോക്കിയാൽ ഈ കാണുന്നതാണ് സൂപ്പർനോവ. തകർന്നടിഞ്ഞ ഭാഗങ്ങൾ അതൊരു ന്യൂട്രോൺ നക്ഷത്രമായി തീർന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന റേഡിയോ സിഗ്നലുകളാണ് പൾസാർ. ഈ പൾസാർ റേഡിയോ സിഗ്നൽ ഭൂമിക്ക് നേരെ വരുമ്പോഴാണ്
നമുക്ക് കാണാൻ കഴിയുന്നത്. നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് റേഡിയോ സിഗ്നൽ കാണുകയില്ല എന്നറിയാമല്ലോ. ആ റേഡിയോ സിഗ്നൽ പിടിച്ചെടുക്കാനുള്ളതാണ് റേഡിയോ ടെലിസ്കോപ്പുകൾ. 1917 മുതൽ ജ്യോതിശാസ്ത്രം സൗരയൂഥത്തിന് പുറത്ത് മറ്റു നക്ഷത്രങ്ങളുടെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമം തുടങ്ങിയിരുന്നു. ഈ ശ്രമത്തിന്റെ ഫലമായി ഈ അടുത്ത കാലം വരെ ഏതാണ്ട് 5000-ഓളം അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് സൗരയൂഥേതര ഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ എക്സോ പ്ലാനറ്റുകൾ എന്ന് പറയപ്പെടുന്നു. കൊമാ ബർണൈസസ് ഗണത്തിലും സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തോടൊപ്പം അതിന്റെ പേര്, ആ നക്ഷത്രത്തിന്റെ പേര് വാസ്പ് 56, കറങ്ങുന്ന ഒരു ഗ്രഹം മധ്യത്തിൽ ഈ വൃത്താകാരം കാണുന്ന ആ വൃത്താകാരത്തിന്റെ മധ്യത്തിലാണ് നക്ഷത്രം ഉള്ളത്. അതിനെ ചുറ്റുമാണ് ഈ താഴെ കാണുന്ന ഈ ഗ്രഹം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹത്തിന്റെ പേര് HD 108874b, നക്ഷത്രത്തിന്റെ പേര് വാസ്പ് 56. നമ്മൾ സ്റ്റെല്ലേറിയത്തിൽ കൊമാ ബർണൈസസിന്റെ ആകാശ സ്ഥാനം കാണിക്കാൻ വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൊമാ ബർണൈസസ് എന്ന ഗണത്തെ കാണാം. ഏതാണ്ട് ഏപ്രിൽ മാസം മുതൽ കിഴക്കേ ആകാശത്ത്, അതായത് വടക്ക് കിഴക്കേ ആകാശത്ത് ചിങ്ങൻ രാശിയുടെയും കന്നി രാശിയുടെയും ഇടതുവശത്തായിട്ട് കാനിസ് വെനാറ്റസി എന്ന നക്ഷത്രഗണത്തിന്റെ മധ്യത്തിൽ കൊമാ ബർണൈസസിനെ കാണാം. ഇതാണ് കൊമാ ബർണൈസസ്. തലമുടി മുറിച്ചിട്ട പോലെ ഇരിക്കും. അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥാനം. സമയവും പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് ഏപ്രിൽ മാസം മുതൽ അത് കിഴക്ക്, വടക്ക് കിഴക്കേയും കിഴക്കേയും ആകാശത്തിൻ്റെ മധ്യത്തിൽ കാണാം. രണ്ട് രാശികളുടെ ഇടതുവശത്തായിട്ട്. ഇത് കന്നി, ഇത് ചിങ്ങൻ രാശി. ശരി, ഇനി ഇതിലെ നമ്മൾ നക്ഷത്രങ്ങളെയും അതോടുകൂടെ വിദൂര വസ്തുക്കളെയും ഒന്ന് കാണാൻ ശ്രമിക്കാം. ഈ രാശിയിലെ 3 സുപ്രധാന നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ 3 നക്ഷത്രങ്ങളും ചേർന്ന് ഒരു ദ്വിസമഭുജ ത്രികോണം സൃഷ്ടിക്കുന്നു. ഇവിടെ നോക്കണം, ഇതാണ് ആൽഫ കൊമാ ബർണൈസസ്. മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഡയാഡം. രണ്ടാമത്തെ, യഥാർത്ഥത്തിൽ ഈ നക്ഷത്രത്തിനേക്കാൾ കൂടുതൽ പ്രകാശമുള്ളതാണ് ബീറ്റ കൊമാ ബർണൈസസ് എന്നാണ് വെപ്പ്. ഇതാണ് ബീറ്റ കൊമാ ബർണൈസസ്. അപ്പോൾ ബീറ്റ കൊമാ ബർണൈസസും ആൽഫ കൊമാ ബർണൈസും നേർരേഖയിലാണ്. പിന്നെ അടുത്ത നക്ഷത്രം ഗാമയാണ്. ഗാമയാണെങ്കിൽ ബീറ്റ കൊമാൈസസിൽ നിന്നും കൊമാ ബർണൈസസിൽ നിന്നും നേരെ മുകളിലായിട്ട് കാണാം. ഇതാണ് ഗാമ കൊമാ ബർണൈസസ്, അല്ലെങ്കിൽ അൽ ഡാഫിര എന്ന പേരുള്ള നക്ഷത്രം. അങ്ങനെ ഈ 3 നക്ഷത്രങ്ങളും ചേർന്നാണ് ഒരു ദ്വിസമഭുജ ത്രികോണം സൃഷ്ടിക്കുന്നത്. ഒരു ഭുജം ഇത്, രണ്ടാമത്തെ ഭുജം ഇത്, മൂന്നാമത്തെ ഭുജം ഇത്. അങ്ങനെ ഇതൊരു സമഭുജ ത്രികോണം നിർമ്മിക്കുകയാണ് ആകാശത്ത്. വളരെ രസകരമായിരിക്കും ഇത് കാണാൻ. ഇനി ഇതിലെ വിദൂര വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ, നമുക്കിതിലെ വിദൂര വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വിദൂര വസ്തു M53 എന്ന ഗ്ലോബുലർ ക്ലസ്റ്ററാണ്. അതിനെ നന്നായി കാണണമെങ്കിൽ അതിനെ ഒന്ന് സൂം ചെയ്താൽ മതി. ഇതാണ് M53 എന്ന ഗ്ലോബുലർ ക്ലസ്റ്റർ. 10,000-കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഗണത്തിൻ്റെ നക്ഷത്രങ്ങളുടെ ഒരു പൊതു ഗുരുത്വ കേന്ദ്രത്തിന് ചുറ്റും ഇത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആ ഗ്ലോബുലർ ക്ലസ്റ്ററാണിത്. 10,000-കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. പല പ്രായത്തിലുള്ള നക്ഷത്രങ്ങളെയും കാണാം. ശരി, പിന്നെ ഉള്ളത് മറ്റൊരു ഗാലക്സിയാണ്. ഇത് NGC 5053 എന്ന് പറയും. NGC 5053 ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഗാലക്സി അല്ല,
പക്ഷെ ഇതും ഒരു ഗ്ലോബുലർ ക്ലസ്റ്റർ അല്ല, ഗ്ലോബുലർ ക്ലസ്റ്റർ ആണെന്നാണ് വെപ്പ്. പക്ഷേ ഈ ക്ലസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ഇറഗുലർ ആയിട്ടുള്ള ക്ലസ്റ്ററാണ്, ഗ്ലോബുലർ അല്ല, ഓപ്പൺ ക്ലസ്റ്ററാണ്. അങ്ങനെ രണ്ട് വിദൂര വസ്തുക്കൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ മറ്റേതെങ്കിലും വിദൂര വസ്തുക്കളുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു ഗാലക്സി കാണുന്നുണ്ട്, നമുക്കതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ ഗാലക്സിക്ക് ഒരു ചെറിയ ഗാലക്സിയാണ്, കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും നോക്കാം. വളരെ വിദൂരമായ ഒരു ഗാലക്സി ആയതുകൊണ്ട് അതിനെ കാണാൻ കഴിയില്ല. ഇനിയുള്ളത് മറ്റൊരു, ഈ രണ്ട് ഗാലക്സി നമ്മൾ കണ്ടു കഴിഞ്ഞു, രണ്ട് ഗ്ലോബുലർ ക്ലസ്റ്റർ കണ്ടു കഴിഞ്ഞു. പിന്നെയുള്ളത് ഇവിടെ ഒരു ബ്ലാക്ക് ഐ ഗാലക്സി എന്ന് പറഞ്ഞ മറ്റൊരു ഗാലക്സിയാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നുകൂടെ ഒരു പേരുണ്ട് ഇതിന്. ഉറങ്ങുന്ന സുന്ദരി. ഇതാ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്, ഉറങ്ങുന്ന ഒരു സുന്ദരി, ഒരു ഗാലക്സിയാണ്. അപ്പോൾ ഇത് കൂടാതെ ഇനി ഇതിലുള്ളത് മറ്റൊരു ഗാലക്സിയാണ്, അതിതാണ് NGC 4725. മറ്റുള്ളതെല്ലാം തന്നെ വളരെ വിദൂരമായതുകൊണ്ട് അവയെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ് NGC 4725 എന്ന സർക്കുലർ ഗാലക്സിയാണ്. ഭുജങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒരു ആക്റ്റീവ് ഗാലക്സിക് ന്യൂക്ലിയർ ഉണ്ട്. അതിൻ്റെ സെൻട്രലൊരു തമോഗർത്തം കൂടിയുണ്ട്. ഇനി നമുക്ക് നോക്കാം മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. അധികമൊന്നുമില്ല, ഉള്ളത് വളരെ വിദൂരമാണ്, അവയെ കാണുക തന്നെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൊമാ ബർണൈസസിനെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നമ്മുടെ നക്ഷത്രഗണം 26ാമത്തെ നക്ഷത്രഗണത്തിനായി കാത്തിരിക്കുക.